ദിലീപിനെ കോടതി വെറുതെ വിട്ടു. കോടതിയെ വെറുതെ വിട്ടതുകൊണ്ട് കോടതിയെപ്പറ്റി പഴി പറയുന്ന സോഷ്യൽ മീഡിയക്കാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സംഭവം കണ്ടിട്ടില്ല, കേസ് വായിച്ചിട്ടില്ല, കേസിൻ്റെ വാദം കേട്ടിട്ടില്ല, നിങ്ങൾക്ക് നിയമം അറിയില്ല. നിങ്ങൾ ആകെ പറയുന്നത് പത്രക്കാരൻ്റെ ഊഹാപോഹങ്ങളും അതുപോലെ തന്നെ അവരുടെ കെട്ടിച്ചമച്ച കഥകളൊക്കെ ഉണ്ടാക്കിയ ഫീലിംഗ് കൊണ്ടാണ് നിങ്ങളിങ്ങനെ കോടതിയെ കുറ്റപ്പെടുത്തുന്നത്. അത് തെറ്റാണ്. ജഡ്ജി ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് കോടതി വന്നിട്ട് ദിലീപിനെ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞല്ല. 200 സാക്ഷികൾ, 100-ലധികം ഡിജിറ്റൽ തെളിവുകൾ, CCTV ക്യാമറ ദൃശ്യങ്ങൾ, ഫോണ്, മെമ്മറി കാർഡുകൾ, വാട്സപ്പ് സന്ദേശങ്ങൾ, മെറ്റാ ഡാറ്റ, കോൾ റെക്കോർഡ്സ്, പല അന്വേഷണ ഏജൻസികളുടെയും റിപ്പോർട്ടുകൾ, സാക്ഷിമൊഴികൾ, ക്രോസ് വിസ്താരങ്ങൾ, വക്കീലന്മാരുടെ മണിക്കൂറുകളോളം നീണ്ടുനിന്ന വാഗ്വാദങ്ങൾ, ഇതൊക്കെ പരിശോധിച്ച് 8 വർഷം നീണ്ടുനിന്ന വിചാരണക്കൊടുവിലാണ് ജഡ്ജി ദിലീപിനെ വെറുതെ വിട്ടത്. ഇന്ത്യൻ നിയമത്തിൽ ഒരു പ്രതിയെ ശിക്ഷിക്കണമെങ്കിൽ കുറ്റം സംശയാതീതമായി തെളിയിക്കണം. അത് പ്രോസിക്യൂഷൻ കഴിയണം. ഡിജിറ്റൽ തെളിവുകൾക്ക് വിശ്വാസ്യത വേണം. ആരോപണങ്ങളിൽ നേരിട്ട് ബന്ധമുള്ള മെറ്റീരിയൽ എവിഡൻസ് വേണം. പ്രധാന സാക്ഷികളുടെ മൊഴികളിൽ കോടതിക്ക് വിശ്വാസ്യത ഉണ്ടാവണം. അല്ലാതെ മാപ്രകളുടെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കുണ്ടായ ഫീലിംഗ് മതിയാവില്ല. നിങ്ങൾ നീതിന്യായ വ്യവസ്ഥയെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ അതിനർത്ഥം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നട്ടലിനെയാണ് തകർക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ ജഡ്ജിമാർ അവഹേളിക്കുന്നത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് തുല്യമാണ്. മാത്രവുമല്ല, നിങ്ങൾക്ക് നിയമജ്ഞാനമില്ല എന്ന് മറ്റു ജനങ്ങളെ ബോധ്യപ്പെടുത്തും കൂടി ചെയ്യും തങ്ങൾ. ദിലീപിനെതിരായിട്ട് പ്രധാന ആരോപണം എന്താണെന്ന് വെച്ചാൽ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്തു എന്നാണ്. സാധാരണയായിട്ട് കൊലപാതകത്തിനും കിഡ്നാപ്പിനും കയ്യും കാലും പെട്ടാണ് കൊട്ടേഷൻ കൊടുക്കാറുണ്ട്. പക്ഷെ ബലാത്സംഗത്തിന് ആരും കൊട്ടേഷൻ കൊടുക്കാറില്ല. ഈ വിധിയിൽ തൃപ്തരല്ലാന്ന് ഒരുപാട് നേതാക്കന്മാർ, MLA മാരും MP മാരും മന്ത്രിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവർ പറയുന്നത് കേട്ടാൽ ഒരു അതിജീവിത ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ തെറ്റാലും ശരിയായാലും ആ പ്രതി ശിക്ഷിക്കണം എന്നാണ് ഇവർ പറയുന്ന അർത്ഥം. അങ്ങനെയാണെങ്കിൽ പോലീസിൻ്റെയും കോടതിയുടെ ആവശ്യമുണ്ടോ? ഒരു അതിജീവിത ഒരു പരാതി കൊടുത്ത ഉടൻ തന്നെ അവരെ അങ്ങ് ശിക്ഷിച്ചാൽ പോരെ? തെളിവിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഈ സർക്കാർ അപ്പീലിൽ പോകുന്ന പറഞ്ഞത് അതിജീവിതയോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മുൻപ് AK ശശീന്ദ്രൻ മന്ത്രിയായ P ജോസഫ്, അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. അവരൊക്കെ ഇതുപോലെ കോടതി വെറുതെ വിട്ട് വീണ്ടും നേതാക്കന്മാരായും മന്ത്രിമാരായും ഇപ്പോഴും സമൂഹത്തെ വിലസിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് അതിജീവിതയോടൊപ്പമായിരുന്നില്ലേ സർക്കാർ? ദിലീപിനെ വെറുതെ വിട്ട് വിധിക്കോപ്പ് നിങ്ങൾക്ക് കൈ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഇത്രയും കാലത്ത് 35 പോലത്തെ വക്കീൽ പണിയിലെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാം, ഹൈക്കോടതി പോയാലും ദിലീപിനെ ശിക്ഷിക്കാനാവില്ല. അതുകൊണ്ട് ദിലീപിനെതിരെ അപ്പീൽ കൊടുത്തതും പ്രയോജനമില്ല.